താരസംഘടനയായ സിനിമ നടീനടന്മാരുടെ സംഘടനയായ അമ്മയുടെ ഭാരവാഹികൾ രാജിവെച്ചു. നിലവിലെ ഭരണസമിതി മൊത്തം രാജിവെച്ചിരിക്കുന്നു. രാജിവെച്ചുകൊണ്ട് ഔദ്യോഗികമായി വെബ്സൈറ്റിൽ അറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 മാസത്തേക്ക് താൽക്കാലികമായി ഇതേ ഭരണസമിതി തുടരും. 2 മാസം കഴിഞ്ഞ് പുതിയ ഭരണസമിതി രൂപീകരിക്കും. ജനറൽ വിളിച്ച് പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും. ഇതാണ് പഴയ ഭാരവാഹികൾ, രാജിവെച്ച ഭാരവാഹികൾ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. നേരത്തെ തന്നെ രാജിവെക്കും, മോഹൻലാൽ അടക്കമുള്ളവർ രാജിവെക്കുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നു. ഇന്നലെ എന്ന് വെച്ചാൽ ഓഗസ്റ്റ് 26 വൈകുന്നേരം ഞങ്ങൾ തന്നെ അത്തരമൊരു വീഡിയോ എക്സ്ക്ലൂസീവായി നൽകിയിരുന്നു. മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല, പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. മോഹൻലാലുമായി ബന്ധപ്പെടുന്നവരോട് രാജിവെക്കാൻ സന്നദ്ധത അറിയിക്കുകയാണ്. എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരുമായും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടിയുമായും ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. അങ്ങനെ അമ്മയുടെ ഭാരവാഹികൾ മൊത്തം രാജിവെക്കും എന്ന അഭ്യൂഹവും രാത്രിയോടെ പറഞ്ഞിരുന്നു. മോഹൻലാൽ രാജിവെക്കുകയാണെങ്കിൽ എല്ലാവരും രാജിവെക്കും എന്ന നിലപാടാണ് സ്വീകരിച്ചത്. കാരണം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് നേരത്തെ തന്നെ രാജിവെച്ചു കഴിഞ്ഞു. ഇനി പ്രസിഡന്റ് കൂടി രാജിവെച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഭരണസമിതി തുടരുന്നതിൽ അർത്ഥമില്ല എന്ന രീതിയിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും രാജിവെക്കാം എന്ന ഒരു പൊതു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. അതേ തുടർന്ന് 2 മാസത്തേക്ക് ഈ ഭരണസമിതി തുടരും. അഡ്ഹോക് കമ്മിറ്റി ആയിട്ടാണ് തുടരുക. അതേപോലെ ഈ സമയത്ത് ഓണക്കാലത്ത് അമ്മയുടെ പ്രായമായ അംഗങ്ങൾക്ക് കൈനീട്ടം നൽകാറുണ്ട് അമ്മ. ആ കൈനീട്ടം ഇത്തവണയും നൽകും. അതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും വാർത്താക്കുറിപ്പിൽ കൃത്യമായും പറഞ്ഞിട്ടുണ്ട്. എന്താണ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് എന്ന് നോക്കാം. വാർത്താക്കുറിപ്പ് വെബ്സൈറ്റിൽ ലഭ്യമാണ്, എല്ലാവർക്കും അത് ലഭ്യമാണ്. വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇതാണ്: ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു. 2 മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും. അമ്മ 1-ാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകിപ്പോരുന്ന സഹായവും അമ്മയുടെ സമാദരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും. അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. എല്ലാവർക്കും നന്ദി, വിമർശിച്ചതിനും തിരുത്തിയതിനും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് അവസാനിക്കുന്നത്. കത്തിൽ ആരൊക്കെയാണ് ഭാരവാഹികൾ എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രസിഡന്റ് മോഹൻലാൽ, വൈസ് പ്രസിഡന്റ് ജഗദീഷ്, ജയന്ത് ചേർത്തല, ജനറൽ സെക്രട്ടറി സിദ്ദിഖ് നേരത്തെ രാജിവെച്ചു കഴിഞ്ഞു, ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് ജേക്കബ്, ട്രഷറർ ഉണ്ണി മുകുന്ദൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അനന്യ, അൻസിമ ഹസൻ, ജോയ് മാത്യു, ജോ മോൾ, കലാഭവൻ ഷാജോൺ, സരയു മോഹൻ, സുരാജ് വെഞ്ഞാറമൂട്, സുരേഷ് കൃഷ്ണ, ടിനി ടോം, ടൊവിനോ തോമസ്, വിനു മോഹൻ എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ. എല്ലാവരും രാജിവെക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. 27 ഓഗസ്റ്റ് 2024 അയച്ച കത്തിലാണ്, എന്ന് വെച്ചാൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അമ്മയുടെ ലെറ്റർ പാഡിലാണ് കത്ത് വെബ്സൈറ്റിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കത്തിൽ പറയുന്നത് പോലെ എല്ലാവരും രാജിവെക്കുന്നു. രാജിവെക്കാനുള്ള കാരണവും പറയുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു. ഇതാണ് പറഞ്ഞിരിക്കുന്ന കാരണം. ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തിയാണ് രാജിവെക്കുന്നത്. അമ്മ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർക്കത് എതിരെ വന്ന ലൈംഗിക ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് രാജിയെന്നും കൃത്യമായും പറഞ്ഞു വെക്കുന്നുണ്ട് ഈ കത്തിൽ. കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ ഓഗസ്റ്റ് 26-ാം തീയതി, ഇന്ന് ഓഗസ്റ്റ് 27 ഓഗസ്റ്റ് 26-ാം തീയതി വൈകുന്നേരം പ്രസ് TV തന്നെ മോഹൻലാൽ രാജിവെക്കുന്നു എന്ന വാർത്ത നൽകിയിരുന്നു. മോഹൻലാൽ അമ്മ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള എക്സ്ക്ലൂസീവ് വാർത്ത നൽകിയത് പ്രസ് TVയാണ്. ഇന്നലെ തന്നെ ഇത്തരം സൂചനകൾ ഉണ്ടായിരുന്നു എന്നർത്ഥം. അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ പ്രസിഡന്റ് വിളിച്ചിരുന്നു, എന്ന് വെച്ചാൽ ലാലേട്ടൻ വിളിച്ചിരുന്നു. അദ്ദേഹം രാജിവെക്കാൻ സന്നദ്ധത അറിയിക്കുകയാണ്. അദ്ദേഹം ഇനി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രതിസന്ധിയാണ് അമ്മയിലുള്ളത് എന്ന വിവരം ഇന്നലെ തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു.
അതിനുശേഷമാണ് ഇന്ന് അപ്രതീക്ഷിതമായി രാജി തീരുമാനിച്ചിരിക്കുന്നത്. മോഹൻലാൽ മാത്രം രാജിവെക്കും എന്ന വിവരമാണ് ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്നത്. എന്നാൽ മോഹൻലാൽ രാജിവെക്കുകയാണെങ്കിൽ നേരത്തെ സിദ്ദിഖ് രാജിവെച്ചു കഴിഞ്ഞു. അങ്ങനെ സിദ്ദിഖും ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖും പ്രസിഡന്റായ മോഹൻലാലും രാജിവെച്ചു കഴിഞ്ഞാൽ ഭരണസമിതി തുടരുന്നതിൽ അർത്ഥമില്ല എന്നും പുതിയ ഭരണസമിതി വരട്ടെ, ഈ ഭരണസമിതിക്ക് ഒന്നിച്ച് രാജിവെക്കാം എന്നുള്ള തീരുമാനത്തിലാണ് ഒന്നിച്ച് ഭരണസമിതി അംഗങ്ങൾ തീരുമാനമെടുത്തത്. അതിന് മറ്റൊരു കാര്യവും കൂടിയുണ്ട്. ജനറൽ സെക്രട്ടറിക്കെതിരെയാണ് നേരത്തെ ആരോപണം ഉയർന്നു വന്നത്. സിദ്ദിഖിനെതിരെ അദ്ദേഹം രാജിവെച്ചു. ജോയിന്റ് സെക്രട്ടറിക്കെതിരെയും ആരോപണം ഉയർന്നു വന്നു. സെക്രട്ടറി കഴിഞ്ഞാൽ ജോയിന്റ് സെക്രട്ടറിയാണ് പിന്നീട് ഭാരവാഹിയായി വരേണ്ടത്. അങ്ങനെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് വരും എന്ന് കണ്ട സമയത്താണ് അത്തരമൊരു ആരോപണം ബാബുരാജിനെതിരെ ഉയർന്നു വന്നത് എന്ന് ബാബുരാജ് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിന് പിറകിൽ വലിയ ഗൂഢാലോചനയുണ്ട്. ഞാൻ സെക്രട്ടറി ആകുന്നത് തടയുന്നതിന് വേണ്ടി സിനിമാ പ്രവർത്തകർ തന്നെയാണ് ഇത് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്താൻ അവരെ പ്രേരിപ്പിച്ചത്, അതിന് പിറകിൽ ആരൊക്കെയാണ് എന്ന് 2 ദിവസത്തിനകം വെളിപ്പെടുത്താം എന്നാണ് ബാബുരാജ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. അദ്ദേഹം ഇന്നും അത് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖ് രാജിവെക്കുന്നു. പകരം ബാബുരാജ് സെക്രട്ടറിയായി വരുമെന്ന് ഏതാണ്ട് ഉറപ്പാകുന്നു. ഈ ഘട്ടത്തിലാണ് വീണ്ടും ബാബുരാജിനെതിരെ ആരോപണം വരുന്നത്. അപ്പോൾ ആര് സെക്രട്ടറിയാകും എന്ന ചോദ്യം ഉയർന്നു വരികയും ചെയ്തു. അപ്പോഴാണ് ജഗദീഷിന്റെ പേര് ഉയർന്നു കേട്ടത്. എവിടെ നിന്നാണ് ജഗദീഷിന്റെ പേര് വന്നത് എന്ന ചോദ്യം ഉയരുകയാണ്. ജഗദീഷ് എങ്ങനെ ജനറൽ സെക്രട്ടറിയാകും എന്ന ചോദ്യമൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. കമ്മിറ്റിയുടെ എന്ന് വെച്ചാൽ അമ്മയുടെ വൈസ് പ്രസിഡന്റാണ് ജഗദീഷ്. 2 വൈസ് പ്രസിഡന്റുമാരുണ്ട്. ജോയിന്റ് സെക്രട്ടറി ഒരാൾ മാത്രമേ ഉള്ളൂ, ബാബുരാജാണ്. ബാബുരാജിനെതിരെയും ആരോപണം ഉയർന്നു വന്നു. അങ്ങനെ ജഗദീഷിനെ ജനറൽ സെക്രട്ടറിയാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന തീരുമാനമുണ്ടായിരുന്നു. അതിനുവേണ്ടി ജഗദീഷ് കളിച്ചിട്ടുണ്ടോ എന്ന ചോദ്യവും ഉയർന്നുണ്ട്. കാരണം അമ്മ വാർത്താ സമ്മേളനം നടത്തുന്നു, സിദ്ദിഖാണ് വാർത്താ സമ്മേളനം നടത്തിയത്, ജയൻ ചേർത്തല വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു, അനന്യയും പങ്കെടുത്തിരുന്നു. അങ്ങനെ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് നേരെ വിരുദ്ധമായ കാര്യം പറഞ്ഞു ജഗദീഷ്. ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞ ഉടനെ മാധ്യമങ്ങളെ കണ്ട് പറയുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഭിന്നത ഉണ്ട് ഭരണസമിതിയിൽ തന്നെ എന്ന സൂചന ജഗദീഷ് ആദ്യം നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ജഗദീഷ് ജനറൽ സെക്രട്ടറി ആകുന്നു എന്ന രൂപത്തിലുള്ള ചർച്ചകൾ നടന്നത്. ജനറൽ സെക്രട്ടറി ആയി വരുന്നു എന്ന വാർത്തകൾ പോലും വന്നിരുന്നു. അങ്ങനെ ജഗദീഷ് ചുളുവിൽ ജനറൽ സെക്രട്ടറി ആകാൻ കളിക്കുകയായിരുന്നു എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അതാണ് ഇവിടെ തടഞ്ഞത്. അത് തടയുകയാണ് രാജി വെച്ചതിലൂടെ ചെയ്യുന്നത് എന്ന ചർച്ചയും ഇതിനകം തന്നെ സിനിമാ പ്രവർത്തകർക്ക് ഇടയിലുണ്ട്. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കണം. 2 മാസത്തിനകം ഭാരവാഹികളെ ജനബോഡി കൂടി തെരഞ്ഞെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ജഗദീഷിന് പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ ആകാൻ കഴിയില്ല. നിലവിലെ ഭരണസമിതിയെ പിന്തുണക്കുന്നവർ തന്നെയായിരിക്കും ഭരണസമിതി ഭാരവാഹികളായി വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ജഗദീഷിന് ജനറൽ സെക്രട്ടറി ആകാൻ സാധ്യതയില്ല. അതുകൊണ്ട് ജഗദീഷിനെ മാറ്റി നിർത്തുക, ജഗദീഷിനെ ഒഴിവാക്കുക എന്നതിന് വേണ്ടിയാണ് ഈ രാജി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ജനറൽ ബോഡി ഒന്നുകൂടി യോഗം ചേർന്ന് വിശദമായി ചർച്ച ചെയ്ത് അവരുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് പുതിയ ഭാരവാഹികൾ വരട്ടെ, അത് ചെറുപ്പക്കാർ വരട്ടെ എന്ന ചർച്ചകൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ പുതിയ ഭാരവാഹികൾ അമ്മയെ ശരിയായ ദിശയിൽ മുന്നോട്ട് നയിക്കും എന്നാണ് ഇപ്പോൾ രാജിവെച്ച ഭരണസമിതി പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. അവരുടെ വാക്കുകളിൽ അതുണ്ട്. ഏതായാലും രാജിവെച്ചിരിക്കുന്നു എന്നർത്ഥം. ഭരണസമിതി മുഴുവൻ രാജിവെച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ പ്രസ് വൺ TV രാജിവെക്കും, മോഹൻലാൽ രാജിവെക്കും എന്ന വാർത്ത നൽകിയിരുന്നു. രാജിവെച്ച് ഒഴിയുമെന്ന വാർത്ത നൽകിയിരുന്നു. അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നർത്ഥം.